സർ, പ്രതിക കുറ്റം ചെയ്തിട്ടില്ലെന്നും കുറ്റം ചെയ്യില്ലെന്നും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവളെ ജാമ്യത്തിൽ വിടണം. ദിസ് ഇസ് നോട്ട് എ റെക്കമെൻഡേഷൻ. ഇറ്റ് ഇസ് ആൻ ഓർഡർ ഫ്രം ദ മിനിസ്റ്റർ. ഐ എം സോറി സർ. ഇത് പ്രോട്ടോകോൾ ലംഘനമൊന്നുമല്ല. സാറിനെ പോലൊരു വലിയ മനുഷ്യനോട് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് സർ. എന്റെ പേര് താൻ ദുഃഖിക്കാൻ കരയൊന്നും വേണ്ട. കാര്യം പറഞ്ഞാൽ മതി. സാറേ, സാറ് റൂളിംഗ് പാർട്ടിയുടെ മിനിസ്റ്ററൊക്കെയാ. പക്ഷേ ഇങ്ങനൊരു ഓർഡർ ഇടാൻ സാറിന് അധികാരമില്ല. എന്താണോ പറഞ്ഞത്? അയ്യോ, സാറ് ചൂടാവില്ലേ? എനിക്ക് സാറിന്റെ ഓർഡർ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വേണ്ട. തനിക്ക് മുകളിലുള്ളവരും ഉണ്ടല്ലോ ഈ ഡിപ്പാർട്ട്മെന്റില്. ഞാൻ അവരെ വിളിച്ചോളാം. സാർ എടുത്തുകാടി ഒന്നും ചെയ്യേണ്ടെന്നാ എന്റെ അഭിപ്രായം. എനിക്കിപ്പോ തന്നെ ഒത്തിരി കോൾസ് വരുന്നുണ്ട്. സാറ് മോളെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വന്നു എന്നറിഞ്ഞാ സാറിന്റെ ഇമേജിനെ അത് ബാധിക്കും. നിർത്തോ തന്റെ അധിക പ്രസംഗം. എന്റെ ഇമേജിനെ കുറിച്ച് ഓർത്ത് തനിക്ക് ടെൻഷനൊന്നും വേണ്ട. അത് നോക്കാൻ എനിക്കറിയാം. തനിക്ക് എന്റെ ഓർഡർ പാലിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാ എനിക്കറിയേണ്ടത്. ഐ എം എക്സ്ട്രീംലി സോറി സാർ. അത് പാലിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. സാറ് ചിലപ്പോ എന്നെ രക്ഷിച്ചേക്കാം. പക്ഷേ മീഡിയ എനിക്ക് പേടിയാണ് സാർ. ഇപ്പൊ തന്നെ പലതരം ഗോസിപ്പുകളും പ്രചരിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ജഗന്നാഥൻ കൊലപാതകിയായ ഋതികയുടെ അമ്മയുടെ മുൻ കാമുകനാണെന്നും പ്രതിയുടെ ബയോളജിക്കൽ ഫാദറായ ജഗന്നാഥനോടുള്ള പകയാണ് ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്ന പ്രചരിക്കുന്നത്. അമ്മയുടെ ജാരനോടുള്ള പകയാണ് ഈ മർഡറിനുള്ള മോട്ടീവ്. നിർത്തോ തന്റെ ധിക്കാരം. ആരോട് തനിക്ക് ഇതിനൊക്കെയുള്ള ധൈര്യം തന്നത്? ആരുടെ സപ്പോർട്ടോട് കൂടിയാണോ താൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? സർ, ഇത് നിയമമാണ്. ഇത് നിയമമല്ല, ഇത് വ്യക്തി വൈരാഗ്യമാണ്. താൻ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുക. ആരുടെ പിൻബലത്തോടു കൂടിയാ താൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. താൻ കളിക്കുന്നത് പ്രതാപവർമ്മയുടെ കോർട്ടിൽ കയറിയാ. ആ കളി എത്ര ഭീകരമായിരുന്നെന്ന് താൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. താൻ മാപ്പ് ചോദിച്ചുകൊണ്ട് എന്റെ കാലെ വന്ന് വീഴുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ജാമ്യം ചോദിച്ചു വന്നത് ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ മകൾക്ക് വേണ്ടിയാ. അവളെ എങ്ങനെ ഇവിടെ നിറക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. നീ കരുതിയിരുന്നോ എന്റെ മകളെ ഹരാസ് ചെയ്യുകയോ അവളുടെ ദേഹത്തൊരു പോറിലേൽപ്പിക്കുകയോ ചെയ്താൽ നിന്നെയും കത്തിക്കും, നിന്റെ വംശ പരമ്പരയും കത്തിച്ചളയും ഞാൻ. മനസ്സിലാവടാ സർക്കിൾ ഇൻസ്പെക്ടറെ? തന്റെ നാശം ഇന്നു മുതൽ തുടങ്ങി. താൻ ചെവിന്നുള്ളിക്കോ. ഈ കളി നീതിയും അനീതിയും തമ്മില. തന്നെ ഞങ്ങൾ എവിടെ എത്തിക്കുമെന്ന് താൻ കാത്തിരുന്ന് കണ്ടോ. ഋതു ധൈര്യമായിട്ടിരുന്നോ. ഒന്നും പേടിക്കണ്ട. ഞാൻ പുറത്തു തന്നെ ഉണ്ടോ. അകലേ